ആരാധനക്ര സംഗീതത്തിന് സഭ എന്തുമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നതിന് തെളിവാണ് കാലാകാലങ്ങളിൽ സഭയുടെ പിതാക്കന്മാർ, വിശേഷിച്ച് മാർപ്പാപ്പമാർ നൽകിയിട്ടുള്ള പ്രബോധനങ്ങൾ. ഞാൻ ആദ്യം ഓർക്കാൻ ആഗ്രഹിക്കുന്നത് 1903 പത്താംബീസ് മാർപ്പാപ്പ ദേവാലയ സംഗീതത്തെപ്പറ്റി ഒരു പ്രബോധന രേഖ ഇറക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ദേവാലയ സംഗീതം ആ ദേവാലയത്തിൻ്റെ വിശുദ്ധിക്കും പ്രാർത്ഥനാ അന്തരീക്ഷത്തിനും യോജിക്കുന്ന രീതിയിൽ ആയിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, നമ്മുടെ മനസ്സുകളെ, ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്താൻ സഹായിക്കുന്ന ഗീതങ്ങൾ മാത്രമേ ദേവാലയത്തിൽ ഉപയോഗിക്കാവൂ. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മറ്റു പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി. ഈ 1903 ഇറങ്ങിയ ഈ പ്രബോധനത്തിൻ്റെ ശതാബ്ദിയുടെ അവസരത്തിൽ, എന്ന് പറഞ്ഞാൽ 2003 ശതാബ്ദി, 2004 അന്നത്തെ മാർപ്പാപ്പ വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ഈ ശതാബ്ദി പ്രമാണിച്ചൊരു പ്രമാണരേഖ ഇറക്കി. അത് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളിൽ, ഒന്ന് അദ്ദേഹം പത്താംബീസ് മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരിക്കലും ദേവാലയത്തിലെ സംഗീതം ഒരു പരീക്ഷണശാലയാക്കാൻ ആരും ഉദ്യമിക്കരുത്. ദേവാലയ സംഗീതം ഒരിക്കലും ഗായകരുടെയോ ഗായക സംഘങ്ങളുടെയോ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നവരുടെയോ ഒരു പരീക്ഷണശാല ആകാനായിട്ട് പാടില്ല. എന്താ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ, നന്നായിട്ട് പരിശീലനം നേടി പ്രാക്ടീസ് ചെയ്ത് ഉത്തമ ബോധ്യം വന്ന് അംഗീകാരം ലഭിച്ചതിന് ശേഷം മാത്രമേ ദേവാലയത്തിൽ വന്ന് ആലപിക്കാവൂ. അല്ലാതെ എവിടെയെങ്കിലും കേൾക്കുന്ന, കാണുന്ന, പരിചയപ്പെടുന്ന ഏതെങ്കിലും സംഗീതം, ഏതെങ്കിലും പാട്ട് ദേവാലയത്തിൽ നിന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിച്ച് ഒരു ഗായക സംഘവും ഒരു ആലാപനവും ദേവാലയത്തിൽ നടത്താൻ പാടില്ല എന്ന് കർശനമായിട്ട് അദ്ദേഹം നിർദ്ദേശിച്ചു. ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ഇത്രയേറെ പ്രബോധനങ്ങൾ സഭ നൽകിയിട്ടും ബന്ധപ്പെട്ടവർ, അത് പ്രത്യേകിച്ച് ആരാണെന്നും പറയുന്നില്ല, ഗായക സംഘമാകാം, മേലധികാരികളാകാം, വൈദികരാകാം, മെത്രാന്മാരാകാം, മെത്രാൻ സംഘങ്ങളാകാം, ബന്ധപ്പെട്ടവർ വേണ്ടത്ര ശുഷ്കാന്തി ഇക്കാര്യത്തിൽ കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ സഭ നൽകിയ നിർദ്ദേശങ്ങൾ ശരിയായ രീതിയിൽ പാലിച്ചിട്ടില്ല എന്നതിലുള്ള ദുഃഖം കൂടി ജോൺ പോൾ II മാർപ്പാപ്പ ആ പ്രബോധന രേഖയിൽ സൂചിപ്പിക്കുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട മാർപ്പാപ്പ 12ാം പീസ് മാർപ്പാപ്പയാണ്. 1947 അദ്ദേഹം ഒരു ചാക്രിയ ലേഖനം, നമുക്കറിയാലോ ചാക്രിയ ലേഖനം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിൽ എല്ലാവരും അറിയണമെന്ന് മാർപ്പാപ്പമാർ ആഗ്രഹിക്കുന്ന ലേഖനങ്ങൾ എഴുതുന്നതിനെയാണ് ചാക്രിയ ലേഖനം എന്ന് പറയുക. ആ ആരാധനക്രമത്തെ പറ്റിയുള്ള ചാക്രിയ ലേഖനത്തിൽ ആരാധനക്രമ സംഗീതത്തെപ്പറ്റി അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു: ദേവാലയത്തിലെ സംഗീതം പ്രാർത്ഥിക്കാൻ ജനത്തെ സഹായിക്കുന്നില്ല എങ്കിൽ ആ സംഗീതത്തിന് യാതൊരു സ്ഥാനവും ദേവാലയത്തിലുണ്ടാകാനായിട്ട് പാടില്ല. കാരണം മനുഷ്യർക്ക് പ്രാർത്ഥനയിൽ അവരെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിന്, അവർക്ക് കൂടുതൽ ഫലപ്രദമായിട്ട് പ്രാർത്ഥിക്കുന്നതിന് സഹായകമായ രീതിയിലുള്ള സംഗീതം മാത്രമേ ദേവാലയത്തിൽ പ്രയോജനപ്പെടുത്താനായിട്ട് പാടുള്ളൂ. അതുകൊണ്ട് ഈ 3 മാർപ്പാപ്പമാർ, 10ാം പീസ് മാർപ്പാപ്പയും 12ാം പീസ് മാർപ്പാപ്പയും ജോൺ പോൾ II മാർപ്പാപ്പയും നൽകിയ ഈ പ്രബോധനങ്ങൾ, ഇതുകൂടാതെ മറ്റു മാർപ്പാപ്പർ, ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പോലും അടുത്ത കാലത്ത് ദേവാലയ സംഗീതം, അദ്ദേഹം ഒരു ഗായകനൊന്നുമല്ല, ഒരു സംഗീതജ്ഞനല്ല, എങ്കിൽ പോലും അദ്ദേഹം ദേവാലയ സംഗീതത്തെപ്പറ്റി ചില പരാമർശങ്ങൾ നടത്തിയുണ്ടായി. അതുകൊണ്ട് നമ്മുടെ ദേവാലയ സംഗീതത്തെപ്പറ്റി സഭ ഔദ്യോഗികമായിട്ട് അനേകം പ്രബോധനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഷയെപ്പറ്റി, ആലാപന രീതിയെപ്പറ്റി, വാദ്യോപകരണങ്ങളെപ്പറ്റി, അതിൻ്റെ അന്തരീക്ഷത്തെപ്പറ്റി, അതിൻ്റെ വാക്കുകളെപ്പറ്റി ഒക്കെ വളരെ വിശദമായിട്ട് മാർപ്പാപ്പമാർ ഔദ്യോഗിക പ്രബോധനങ്ങളിലൂടെ നമുക്ക് അറിവ് നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ജോൺ പോൾ II മാർപ്പാപ്പ പറഞ്ഞതുപോലെ, പക്ഷേ ബന്ധപ്പെട്ടവർ വേണ്ടത്ര ശ്രദ്ധ ഇക്കാര്യത്തിൽ പതിപ്പിക്കാത്തത് കൊണ്ട് വേണ്ടത്ര ഫലം പുറപ്പെടുവിക്കാൻ ഈ നിർദ്ദേശങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന ദുഃഖസത്യം അവശേഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് സഭ കാലാകാലം നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പരിഗണിക്കുകയും അതിനനുസൃതമായിട്ട് നമ്മുടെ ദേവാലയ സംഗീതത്തെ മൂടി പിടിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത്.